അനുഭവത്തിൻ്റെ ആഴത്തിൽ നിന്നും ദൈവത്തന്മാർ ആൽബം നടത്തിപ്പിൽ എഴുതിയ ഗാനങ്ങൾ ഭക്തരായ ദൈവമക്കൾക്ക് ഏറെ ആശ്വാസവും പ്രത്യാശയും നൽകുന്നു. ലോകമാകുന്ന മരുഭൂമിയിൽ കൂടെ കടന്നു പോകുന്നവർക്ക് ഇങ്ങനെയുള്ള ഗാനങ്ങൾ ക്ഷീണങ്ങൾ സങ്കടങ്ങൾ മാറി മുമ്പോട്ട് പോകുവാൻ ബലം നൽകുന്നു. അങ്ങനെയുള്ള വളരെ പ്രശസ്തമായൊരു ഗാനമാണ് എന്നും നല്ലവൻ, യേശു എന്നും നല്ലവൻ, ഇന്നലെയും ഇന്നും അന്യനല്ലവൻ എന്ന് തുടങ്ങുന്ന ഗാനം. ടി.കെ. ശോമേൽ സാറാണ് ഈ ഗാനം രചിച്ചത്. പത്തനംതിട്ട ജില്ലയിൽ ഇലന്തൂർ തെക്കേതിൽ ശ്രീമാൻ തോമാച്ചൻ്റെയും മറിയാമ്മയുടെയും മകനായി 1916 ജൂൺ 2 ജനിച്ച ശോമേൽ ഒരു ദൈവമകനായി തന്നെ ബാല്യത്തിൽ വളർന്നു വന്നു. പിതാവിൻ്റെ ആത്മീയ ശിക്ഷണം തന്നെ ഒരു ദൈവമകനായി രൂപാന്തരപ്പെടുന്നതിന് വഴിയൊരുക്കി. 16-ാമത്തെ വയസ്സിൽ രക്ഷിക്കപ്പെട്ടു. നാഗൽ സാഹിബ്, PC വർക്കി തുടങ്ങിയ ദൈവദാസന്മാരോടൊപ്പം ചെറുപ്പത്തിൽ തന്നെ പരസ്യയോഗത്തിന് പോകുമായിരുന്നു. ഒരു ചിത്രകലാ അധ്യാപകനായിരുന്ന താൻ പല സ്ഥലങ്ങളിൽ ജോലി ചെയ്തു. മൈലപ്ര മണ്ണിൽ തോമാച്ചൻ്റെ മകൾ ശോശാമ്മയെ വിവാഹം കഴിച്ചു. ഈ ദമ്പതികൾക്ക് ദൈവം 4 ആൺമക്കളെയും 2 പെൺമക്കളെയും നൽകി. നല്ലൊരു കൃഷിക്കാരനും കൂടിയായിരുന്നു അദ്ദേഹം. 1976 ഓഗസ്റ്റ് 26 ശോമേൽ സാറിൻ്റെ ഭാര്യ കർത്തസനെ ചേർന്നു. ദൈവമഹത്വം മാത്രമായിരുന്നു ശോമേൽ സാറിൻ്റെ ലക്ഷ്യം. 18-ാമത്തെ വയസ്സിൽ ഗാനരചന ആരംഭിച്ചു. തുടർന്ന് വിവിധ അനുഭവങ്ങളുടെ വെളിച്ചത്തിലും കർത്താവിൻ്റെ മഹത്വത്തെയും ക്രൂശ് ധ്യാനിച്ചും 100-ലധികം ഗാനങ്ങൾ രചിക്കുവാൻ ഇടയായി. പ്രസിദ്ധമായ ഈ ഗാനങ്ങൾ പാടി ദൈവമക്കൾ കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു. എന്നും നല്ലവൻ എന്ന് തുടങ്ങുന്ന ഈ ഗാനത്തിൻ്റെ ലാളിത്യം എത്ര മനോഹരമാണ്. ഇന്നലെയും ഇന്നും എന്നേക്കും മാറ്റമില്ലാത്തവനായ ദൈവം എത്ര നല്ലവനാണ്. ഭാരമുള്ളിൽ നേരിടുമ്പോൾ ചാരെ വന്ന് മാറോടണയ്ക്കുന്ന സ്വർഗീയ പിതാവാണ് നമ്മുടെ ദൈവം. ലോക സംഭവങ്ങൾ കേൾക്കുമ്പോൾ ദൈവത്തിന് തിരുവചനം കേൾക്കുന്നവരായി ഓർക്കുന്നവരായി നാം മാറണം. ലോക മരുഭൂമിയിലെ വെയിലിൽ നാം വാടി വീഴാതിരിപ്പാൻ തണലായി അവിടുന്ന് കൂടെയുണ്ട്. രാവിലും പകലിലും ദിവസത്തിൻ്റെ ഓരോ നിമിഷത്തിലും നമ്മെ പരിപാലിക്കുന്ന ദൈവകൃപയിൽ ആശ്രയിച്ച് മുന്നേറുവാൻ ഈ ഗാനം നമുക്ക് പ്രചോദനം നൽകുന്നു. എന്നും നല്ലവനായി കർത്താവിനെ കണ്ട ദൈവദാസൻ എന്നേക്കുമുള്ള വിശ്രമത്തിനായി 1995 മാർച്ച് 10 വെള്ളിയാഴ്ച വൈകുന്നേരം 5:10 നിത്യയിൽ പ്രവേശിച്ചു. നമ്മുടെ ജീവിതയാത്രയിൽ നമ്മെ തളർത്തിക്കളയുന്ന നിരവധി സംഭവങ്ങളുടെ നടുവിൽ ഭാരങ്ങളെല്ലാം കർത്തസേനയിൽ ഇറക്കി വെച്ച് നമുക്കും മരുഭൂമി യാത്ര തുടരാം.